ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ കാണിക്കുന്നത് ഹീറോ സ്പ്ലെൻഡർ പ്ലസ് i3s വണ്ടിയുടെ എൻജിൻ റീസ്റ്റോറേഷനാണ്. അപ്പോൾ അതിൽ A to Z വരെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷേ അതിൽ വോയിസ് കൊടുത്തിരിക്കുന്നത് വോയിസ് ആഡ് ചെയ്തിട്ടുള്ളതാണ്. ലൈവ് വോയിസ് ഞാൻ കട്ട് ചെയ്തിട്ട്, കാരണം ഇവിടെ എൻ്റെ ഏരിയയ്ക്ക് ഒത്തിരി പള്ളികളും ക്ഷേത്രങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവിടെ ക്ഷേത്ര ഉത്സവങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ആ ലൈവ് ഓഡിയോ കട്ട് ചെയ്തിട്ട് ബാക്കി കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സഹകരണം എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുവരെയ്ക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും ഹാർദവമായി ഈ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. കഴുകി നല്ല നീറ്റാക്കി വെച്ചു. നന്നായിട്ട് ക്ലീൻ ചെയ്യണം. വെള്ളമടിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എയർ അടിച്ച് എടുത്തതിന് ശേഷം അതിൻ്റെ ഗിയർ ബോക്സിൽ വരുന്ന ബെയറിങ്ങുകൾ നമ്മൾ കൃത്യമായിട്ട് മാറിയാൽ ഏറ്റവും നല്ലതാണ്. അതിൻ്റെ ഗിയർ ബോക്സിലെ ബെയറിങ് മാറുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഒരെണ്ണം മാറിക്കഴിഞ്ഞു, അടുത്ത ബെയറിങ് അതുപോലെ തട്ടിക്കയറ്റി കഴിഞ്ഞു. ഇനി മറ്റേ കവർ നമുക്ക് അതുപോലെ എടുത്ത്, വേറെ അഴുക്കൊന്നും ഇരിക്കരുത്, മണ്ണും പൊടിയൊന്നും, നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ബെയറിങ് അതുപോലെ തന്നെ മറ്റേ കവറിൽ കയറ്റിയതുപോലെ തന്നെ ഈ കവറിലും തട്ടിക്കയറ്റി കഴിഞ്ഞു. അടുത്ത് വന്നിട്ട് അതിൻ്റെ ടൈമിംഗ് ചെയിൻ റോൾ ഇതിൽ ആമിൻ്റെ കൂടെ ആണ് വരുന്നത്. V6 വണ്ടിയിൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അത് 17-ൻ്റെ ആ ബോൾട്ട് ഇളക്കി എടുത്തിട്ട്, ഇതാ കണ്ടിൽ ആ റോൾ ഇളകി വരത്തില്ല. ഇത് പുതിയ സാധനമാണ്. ഇത് നമ്മൾ നേരത്തെ ഇളക്കിയെടുത്ത ബോൾട്ട് അതുപോലെ തന്നെ ഇവിടെ ഇട്ട് സെറ്റ് ചെയ്യും. ഓക്കെ, അതിനെ ഫുൾ ടൈറ്റ് ചെയ്യണം. എന്നിട്ട് ആ റോള് കണ്ടോ, ടൈമിംഗ് സ്പ്രോക്കറ്റ് വരുന്നതിൻ്റെ, പമ്പിൻ്റെ സ്പ്രോക്കറ്റ് വരുന്ന ആ ഭാഗത്ത് വേറൊരു സപ്പോർട്ട് വീല് ഈ വണ്ടിക്ക് വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ വ്യത്യാസങ്ങൾ. അതിലൊരു അലങ്കി ബോൾട്ടാണ്. ആ അലങ്കി ബോൾട്ട് നമ്മൾ ഇളക്കിയെടുത്തതിന് ശേഷം കണ്ട തള്ളുള്ള ഭാഗം നോക്കി അതുപോലെ തന്നെ പുതിയ വീല് നമ്മൾ സെറ്റ് ചെയ്യുന്നു. ആ തള്ള് വരുന്നത് അടിയിലോട്ട് വരണം. എന്നിട്ട് അലങ്കി ബോൾട്ട് അതുപോലെ തന്നെ വെച്ച് ടൈറ്റ് ചെയ്യണം. കണ്ടോ, എന്നിട്ടത് ഫ്രീ ഉണ്ടോ എന്ന് നോക്കണം. ഇതായിപ്പോൾ ഈ അടുത്ത് നമ്മൾ ആ ഒരു കവർ എടുത്തിട്ട് ഇടത് സൈഡിലെ കവറ് നമ്മൾ സമാന്തരമായിട്ട് വച്ചിട്ട് സെലക്ടറിൻ്റെ ആ ന്യൂട്രലൈറ്റ് ബ്ലൈഡാണ് ഇതായിപ്പോൾ മാറുന്നത്. ന്യൂട്രലൈറ്റ് ബ്ലൈഡ്, അതായത് ആ ബോഡിയായിട്ട് കോണ്ടാക്റ്റ് വരുന്നത് ഈ ബ്ലൈഡാണ്. ഈ ബ്ലൈഡാണ് ആ ന്യൂട്രലൈറ്റ് സ്വിച്ചിൽ വന്ന് തട്ടി പച്ച ലൈറ്റ് മീറ്ററിനകത്ത് കത്തുന്നത്. അത് സെറ്റ് ചെയ്ത് കണ്ടല്ലോ. ഇനി നമ്മൾ 2 ഗിയർ ഷാഫ്റ്റുകളുണ്ട്. ഒന്ന് ഇൻപുട്ട് ഷാഫ്റ്റും ഒന്ന് ഔട്ട്പുട്ട് ഷാഫ്റ്റും. അതുപോലെ അതിൽ വാഷറുകൾ ഇട്ട് നമ്മൾ ഗിയർ വീലുകൾ സെറ്റ് ചെയ്യണം. അതുകൊണ്ടോ ആ വീല് ഇടുന്ന ഫസ്റ്റ് ഗിയർ വീല് ഒരു ബുഷ് ഇട്ടിട്ട് ആ വീല് ഇട്ടതിന് ശേഷം ഒരു പ്ലേറ്റ് വാഷർ നമ്മൾ ആ പ്ലേറ്റ് വാഷർ ഇട്ട് കഴിയും. എന്നിട്ട് ഒരു പൂ വാഷറുണ്ട്. പൂ വാഷർ ഇട്ടിട്ട് അടുത്ത ഗിയർ വീല് നമ്മൾ നോക്കി ഹോൾ വരുന്ന ഭാഗം അടിയിലാക്കി സെറ്റ് ചെയ്യും. അതിനുശേഷം അടുത്ത വാഷർ നമ്മൾ ഇട്ടിട്ട് ഏറ്റവും മുകളിൽ വരുന്ന ഗിയർ വീലും നമ്മൾ ഇട്ട് കഴിയും. അതിന് വശങ്ങളില്ല, പഴയ മോഡലിൽ വശമുണ്ട്. എന്നിട്ട് ഈ ഒരു പ്ലേറ്റ് വാഷറും കൂടെ ഇട്ട് കഴിഞ്ഞാൽ മെയിൻ ഷാഫ്റ്റിൽ അല്ലെങ്കിൽ കൗണ്ടർ ഷാഫ്റ്റിൻ്റെ പണി കഴിഞ്ഞു. അതിലെ ഗിയർ വീലുകൾ വെച്ചത് കഴിഞ്ഞു. അടുത്ത് ലേ ഷാഫ്റ്റ്, അതിൽ ഒരു പൂ വാഷർ, ബാക്കിയെല്ലാം ലോക്കഡാണ്. അതിനുശേഷം ആ ഗിയർ വീല്
ആ ഹോള് താഴോട്ട് വരുന്നില്ല. അതെ, ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ രണ്ട് വീലിൻ്റെയും ഗിയർ വീൽസ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് സെലക്ടർ അല്ലെങ്കിൽ ഗിയർ ഡ്രം. അതിൻ്റെ ആ ഫോർക്ക് ലിഫ്റ്റുകളെല്ലാം കറക്റ്റാണോ എന്ന് നോക്കിക്കോണം. അതിൽ തേയ്മാനം ഉണ്ടോ എന്ന് നോക്കണം. കണ്ടില്ലേ, ആ ഗ്രൂവിൽ ആ ലിഫ്റ്റ് ഹോൾഡായി വരണം. കണ്ടോ? അതാണ്. അത് രണ്ടും ഡ്രമ്മിനോട് ചേർന്ന് ഇതുപോലെ ഒരു യൂണിറ്റാക്കി കയ്യിലെടുക്കണം. ആ ബെയറിങ്ങിൽ ലേശം ഓയിൽ, നല്ല ഓയിൽ ഒഴിച്ച് അതിനുശേഷം നമ്മൾ ആ ഗിയർ വീല് ഡ്രം സെറ്റോടെ, ആ ഷാഫ്റ്റും ഡ്രമ്മും സെറ്റോടെ ഗിയർ ബോക്സിനകത്ത് അല്ലെങ്കിൽ എൻജിൻ കവറിൽ നമ്മൾ വച്ച് കറക്കി നോക്കണം. 4 ഗിയർ വീഴുന്നുണ്ടോ എന്ന് നോക്കണം. 5 ഗിയറുള്ള വണ്ടി ആണെങ്കിൽ 5 ഗിയർ നമ്മൾ മാറ്റി മാറ്റി ഇട്ട് നോക്കണം. ടൈറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന്. ഓക്കെ, അപ്പോൾ അത് ഓക്കെ ആയി. ഓയിൽ നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ സ്മൂത്തായിട്ട് കറങ്ങത്തില്ല. നമ്മൾ പിന്നെ ഓയിൽ ഒഴിക്കും ഇതിൽ, എങ്കിലും ഇപ്പോഴൊന്ന് ഓയിലിട്ട് കഴിഞ്ഞാൽ അടച്ചിട്ടൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ നല്ല ഫ്രീ ആയിട്ട്. അപ്പോൾ ക്രാങ്ക്, ഇതാണ് ക്രാങ്ക്. 2 ബെയറിങ്ങും കണക്ടറിൻ്റെ റോഡൊക്കെ പുതിയത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതിനകത്തൊരു പിന്ന് വരും, നീഡിൽ ബെയറിങ്. ഓക്കെ, അതിൻ്റെ വശങ്ങൾ നോക്കി മാഗ്നറ്റ് സൈഡാണ് അടിയിലോട്ട് പോയത്. എന്നിട്ട് കൈ കൊണ്ട് തട്ടി പ്രസ് ചെയ്ത്, വലിയ തട്ടാതെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഹാമർ എന്തെങ്കിലും ഉപയോഗിച്ച് തട്ടി ഇതുപോലെ മട്ടത്തിന് ഇറക്കണം. സ്റ്റഡി ബുഷ് ഉണ്ടോ എന്ന് നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. സ്റ്റഡി ബുഷ് എന്ന് പറഞ്ഞാൽ ആ പാക്കിങ്ങിൻ്റെ അവിടെ വരുന്ന 2 ബുഷുകൾ. ഓയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ആ പാക്കിങ്ങിൽ നമ്മൾ ഗ്രീസ് ഒന്ന് പുരട്ടി കൊടുത്താൽ ഏറ്റവും നല്ല. ഗ്രീസോ ഓയിലോ അല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കിയെടുത്ത് ഒരു നനവ് വേണമെന്നേ ഉള്ളൂ. കണ്ടോ, ആ ഒരു സ്റ്റഡി ബുഷിൽ കറക്റ്റായിട്ട് അതിനെ വച്ചു കഴിഞ്ഞു. മറ്റേ കവറിൽ ബെയറിങ്ങിൽ കുറച്ച് ഓയിലൊന്നും ഇട്ടിട്ട്, ഇതിൽ ഓയിൽ പമ്പ് പുറത്താണ് വരുന്നത്, അപ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കിക്കറിൻ്റെത് ഷാഫ്റ്റ് ലോഡ് ചെയ്യുക, സ്പ്രിങ്ങിൽ ലോഡ് ചെയ്തിട്ട് കറക്റ്റായിട്ട് പിടിച്ച് അതിനെ പാക്കിങ്ങിൽ തട്ടാത്ത രീതിയിൽ പ്ലാസ്റ്റിക് ഹാമറോ എന്തെങ്കിലും വെച്ച് കറക്റ്റായിട്ട് തട്ടി ഇറക്കണം. ഷാഫ്റ്റ്, കിക്കർ ഷാഫ്റ്റ് ഒന്ന് അനക്കി കറക്റ്റാണോ എന്ന് നോക്കണം. അതുപോലെ പാക്കിങ്ങുകൾ അകത്തോട്ടിരിക്കരുത്, കൂടുതൽ വെളിയിലോട്ടും ഇരിക്കരുത്. ഈ കാണുന്ന രീതിയിൽ തന്നെ, ഒരുപക്ഷെ അകത്തോട്ടാണെങ്കിൽ അടിയിൽ കൂടെ നമ്മൾ കണ്ടില്ലേ വിരലിട്ട് പതുക്കെ ഒന്ന് പൊക്കി, അപ്പോൾ പാക്കിങ് കറക്റ്റായി, അല്ലെങ്കിൽ ലീക്ക് വരാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് അടുത്ത് നമ്മൾ അതിൻ്റെ ബോൾട്ടുകൾ, സെലക്ടറിൻ്റെ ആ ഡ്രമ്മിൽ വരുന്ന ഒരു ബോൾട്ട് 10-ൻ്റെത്, ബാക്കിയെല്ലാം 8-ൻ്റെത് ഇട്ട് ടൈറ്റ് ചെയ്യണം. എപ്പോഴും ആ പാക്കിങ് കറക്റ്റാണോ എന്ന് നമ്മൾ നോക്കണം, അല്ലെങ്കിൽ ലീക്ക് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ വലിയ പാടാണ്. ഒരു പക്ഷേ ലീക്ക് വരികയാണെങ്കിൽ നമുക്ക് MC-യിലോ അറാൾഡേറ്റോ എന്തെങ്കിലും വെച്ച് എവിടെയാണ് ലീക്കെന്ന് നോക്കി വണ്ടി ചരിച്ചിട്ട് നമുക്ക് ഇളക്കാതെ തന്നെ ലീക്ക് മാറ്റേണ്ടതായിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ ഡ്രമ്മിലെ ബോൾട്ട്, 10-ൻ്റെ ബോൾട്ടാണ് ഇപ്പം ടൈറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാക്കി ബോൾട്ടുകൾ, എൻജിൻ ബോൾട്ടുകൾ ഇട്ട് കഴിഞ്ഞു 8-ൻ്റെ. അതെല്ലാം നമ്മൾ ടൈറ്റ് ചെയ്യണം. പാക്കിങ്ങുകൾ ഒന്നും കൂടെ ശ്രദ്ധിച്ച് ടൈറ്റ് ചെയ്യണം. ചിലപ്പം ടൈറ്റ് ചെയ്യുന്ന സമയത്ത് അകത്തോട്ട് കയറാൻ ചാൻസ് ഉണ്ട്. അത് കറക്റ്റാണോ എന്ന് നോക്കി ഫുൾ ടൈറ്റ് എല്ലാം ചെയ്യണം. എല്ലാം ക്രോസ് ആയിട്ട് ടൈറ്റ് ചെയ്ത്, എല്ലാം ടൈറ്റായോ എന്ന് നമ്മൾ കൃത്യമായി ചെക്ക് ചെയ്ത് തന്നെ പോകണം. ടൈറ്റ് ആയില്ല എങ്കിൽ ലീക്ക് ആവാൻ ചാൻസ് ഉണ്ട്. കണ്ടോ, എല്ലാം മാറി വലിയ ലിവറേജ് കൊടുക്കാതെ, അലുമിനിയമാണ് കവറ്, അപ്പോൾ
ഇത് ത്രെഡ് പോകാൻ ചാൻസ് ഉണ്ട്, വളരെ സൂക്ഷിച്ച് കണ്ട. എന്നിട്ട് ഷാഫ്റ്റ് ഒന്ന് അനക്കി നോക്കണം. അതുപോലെ ഇതാകണ്ടില്ല, ഈ പാക്കിങ് ഇനി മാത്രമേ പൊട്ടിച്ചെടുക്കാവൂ, അല്ലാതെ ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കട്ടായി വരത്തില്ല അതിൻ്റെ എൻഡ്. ഓക്കെ, ക്രാങ്കും ഫ്രീ ഉണ്ട്, ഗിയർ വീലും ഫ്രീ ഉണ്ട്. അടുത്ത് ഇവിടെ വരുന്നതുകൊണ്ടോ ഈ സെക്കൻഡറി അല്ലെങ്കിൽ പ്രൈമറി വീല് നമ്മൾ ഇടുകയാണ്. അതിൽ കൂടെ തന്നെയാണ് ഈ പമ്പിൻ്റെ കണക്ഷൻ വരുന്നത്. V6 വണ്ടിയിൽ വരുന്ന വ്യത്യാസങ്ങളാണിത്. കണ്ടില്ലേ, മറ്റതിലാണെങ്കിൽ ഒരു ഷാഫ്റ്റാണ് പമ്പിന് ഓപ്പറേറ്റ് ചെയ്തത്. അപ്പോൾ ഗിയർ ലിവർ കണ്ടോ, ഗിയർ സെലക്ട് ചെയ്യുന്ന ലിവറാണിത്. അത് നേരെ നമ്മൾ എൻജിൻ്റെ അകത്തൂടെ അപ്പുറത്തെ സൈഡിൽ പോയി ഇപ്പുറത്തെ സൈഡ് വന്നിട്ട് ഇതാ ഇവിടെ ആ ഡ്രമ്മിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റും ഒരു സ്റ്റാറും ഉണ്ട്. അതിൻ്റെ ഓരോ സ്ലോട്ടുകളും ഓരോ ഗിയറിൻ്റെ സ്ലോട്ടുകളാണ് അതൊക്കെ. അതിലിനി ഒരു 10ൻ്റെ ബോൾട്ട് ഇട്ട് നമ്മൾ, ഒരു കറുത്ത ബോൾട്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ നോക്കി അതുപോലെ തന്നെ ടൈറ്റ് ചെയ്യും. കണ്ടോ, ആ ഒരു തട്ടി വിടുന്ന ഒരു സാധനം, അതാണ് സ്റ്റോപ്പർ റോൾ. കണ്ടോ, ഓരോ ഗിയർ ചേഞ്ച് ചെയ്യുന്നത് കണ്ടോ. ഇങ്ങനെ ഷാഫ്റ്റ് കറക്കി നോക്കി ചേഞ്ച് ആവുന്നുണ്ടോ എന്ന് നോക്കണം. എങ്കിൽ മാത്രമേ ബാക്കിയുള്ള സെറ്റിങ്സ് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഓയിലൊക്കെ ഇട്ടിട്ട് അടുത്ത് നമുക്ക് ഓയിൽ ഫിൽറ്റർ വെച്ച് കഴിഞ്ഞു. അവിടെ ഒരു പ്ലേറ്റ് വാഷർ, ക്ലച്ചിൻ്റെ ഒരു പ്ലേറ്റ് വാഷർ ഇട്ടു. അതുപോലെ അവിടെ ഒരു ബുഷ്, ക്ലച്ച് ബെൽ ബുഷ്, ക്ലച്ച് ബെല്ല് നമ്മൾ വെച്ച് കഴിഞ്ഞു. അവിടെ ഒരു പ്ലേറ്റ് വാഷർ ഇടുന്നു. അവിടെ ഹാഫ് വാഷർ 2 വരുന്നുണ്ട്. അത് നമ്മൾ രണ്ടും അവിടെ ഒരു ഗ്രൂവിൽ കയറ്റി കറക്റ്റ് ചെയ്ത് വെച്ചു. അതുപോലെ ഒരു കപ്പ് വാഷർ ഒരുപാട് ടൈപ്പുകളുണ്ട്. അപ്പോൾ നമ്മളത് നോക്കി ഇളക്കി പഠിക്കണം. അപ്പോൾ ബെല്ല് സെറ്റായി കഴിഞ്ഞു. അടുത്ത് നമുക്ക് ക്ലച്ച് ഫേസിങ്ങും ക്ലച്ച് പ്ലേറ്റും ആ ഇന്നർ ഡൂമുകളിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് ഓയിലും കൂടെയൊക്കെ അതിൽ അപ്ലൈ ചെയ്ത് ക്ലച്ച് പ്ലേറ്റ് ഒരേ പൊസിഷനിൽ തന്നെ ഇടണം. ക്ലച്ച് ഫേസിങ് ഏത് സൈഡ് വന്നാലും കുഴപ്പമില്ല. ഞാൻ പണ്ട് നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് ശ്രദ്ധിച്ച് ചെയ്യുക. ഒരേ രീതിയിൽ അതിൽ 2 വശങ്ങളുണ്ട്, ഏതെങ്കിലും ഒരു വശം മാത്രം ഇടുന്നത് ഏറ്റവും നല്ലത്. ഓക്കെ, മാറി നമ്മളിങ്ങനെ ഇട്ട് സെറ്റ് ചെയ്ത് ഇന്നറിൽ സെറ്റ് ചെയ്തു. അടുത്തിനി അതിനെ ആ ബെല്ലിലേക്ക് നമ്മൾ ഏറ്റവും മുകളിൽ വരുന്ന ഫേസിങ് വന്നിട്ട് ആ ബെല്ലിൽ ഏറ്റവും മുകളിൽ ഏറ്റവും മുകളിലായി ഒരു ഗ്രൂ ഉണ്ട്. അത് കണ്ടോ, കറക്കി ആ രീതിയിൽ തന്നെ ബാക്കിയെല്ലാം അതിൻ്റെ അടുത്തുള്ള കട്ടിങ്സിലും ഏറ്റവും മുകളിലത് ആ ഏറ്റവും മുകളിലെ ഭാഗം മാറി ആ ചെറിയ ഗ്രൂവിലും വരണം. അടുത്തൊരു കറുത്ത ലോക്ക് വാഷർ അല്ലെങ്കിൽ സ്പ്രിങ് വാഷർ പോലത്തെ ഒരു വാഷർ ഇട്ട് കഴിഞ്ഞു. എന്നിട്ട് ക്ലച്ച് നട്ട് ഇട്ട് ക്ലച്ച് സ്റ്റോപ്പർ നമ്മൾ വെച്ചിട്ട് അതിനെ ടൈറ്റ് ചെയ്യുന്ന ടൂളാണിത്. ഇതൊക്കെ സ്പെഷ്യൽ ടൂളാണ്, ഇതെല്ലാം വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഓക്കെ, അത് ഫുൾ ടൈറ്റായി. ഇനി നമ്മൾ ആ പ്ലേ ചെക്ക് ചെയ്യണം. കണ്ടോ, കൈകൊണ്ട് ഈ പ്ലേ ഉണ്ടെങ്കിൽ മാത്രമേ ക്ലച്ച് വർക്കിംഗ് ആണോ ഇല്ലേ എന്നുള്ളത് അറിയാൻ പറ്റും. 4 ടെൻഷൻ സ്പ്രിങ് ഇട്ടു, അതിൻ്റെ മുകളിലെ പ്ലേറ്റ്, 4 10ൻ്റെ ബോൾട്ട്. കണ്ട, ആ പ്ലേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ വലിച്ചു പിടിച്ചൊന്ന് കൈ കൊണ്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ടൂൾസൊക്കെ വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്യാവൂ. അവിടെ ക്രാങ്കിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ ക്ലച്ച് 4 ബോൾട്ടും ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യണം. കണ്ടോ, 4 ബോൾട്ടും. വലിയ ലിവറേജ് കൊടുക്കരുത്, നമുക്കതിനൊരു കണക്കുണ്ട്, അത് ചെയ്ത് തന്നെ പഠിക്കണം. കാരണം എല്ലാം അലുമിനിയം പാർട്ടുകളാണ്. അപ്പോൾ ഓവർ ലിവറേജ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ത്രെഡ് പോകാൻ ചാൻസ് കൂടുതലാണ്. ത്രെഡ് പോയിട്ടുണ്ടെങ്കിൽ അതെന്തായാലും മാറ്റി തന്നെ വിടണം. ഓക്കെ, അത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ നടുക്കൊരു ബെയറിങ്, അത് പുതിയത് തന്നെ ഇടണം. അതിനടിയിൽ ക്ലച്ച് കപ്പ് നമ്മൾ അടിയിൽ സൂക്ഷിച്ച് അതിൻ്റേതായ രീതിയിൽ സെറ്റ് ചെയ്തിട്ട് 2 ബോൾട്ട് അവിടെ വരുന്നുണ്ട്.
അത് 8-ൻ്റെ ടോപ്പും വരും, 10-ൻ്റെ ടോപ്പും വരും. ഇതിലിപ്പോൾ ആ 2 ബോൾട്ടും ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ടൈറ്റായി കഴിഞ്ഞു. അടുത്ത് ആ ക്രാങ്ക് ബാലൻസർ നമ്മൾ ഇടുന്നു. അതിനകത്ത് ഒരു വാഷർ, അതുപോലെ തന്നെ നട്ട്, അതുപോലെ തന്നെ ഫുൾ ടൈറ്റ് ചെയ്യണം. ഇത് ചെയ്തില്ല എങ്കിൽ ക്രാങ്ക് അടിക്കുന്ന പോലത്തെ ശബ്ദം വന്നുകൊണ്ടിരിക്കും. ടൈറ്റ് എപ്പോഴും ടൈറ്റ് ചെയ്യാൻ ഓർമ്മിക്കുക. കണ്ടില്ലേ, അവിടെ ഒരു ഓയിൽ സീല് അത് മസ്റ്റായിട്ട് മാറണം. ഈ പാക്കിങ്, അതിലൊരു ചുവപ്പ് പാക്കിങ് ഇരിക്കുന്നു, അത് കൊള്ളാം, അതുകൊണ്ടാണ് ഞാനത് മാറാത്തത്. കേടില്ല. അത് ആ പ്ലേറ്റ് ചേർത്ത് വെച്ചിട്ട് അതിലൊരു 4 സ്റ്റാർ സ്ക്രൂ വരുന്നുണ്ട്. അതിനെ നമുക്ക് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യണം. എന്നിട്ട് സ്ക്രൂ ഡ്രൈവർ വെച്ച് ടൈറ്റ് ചെയ്തിട്ട് ഇമ്പാക്റ്റ് വെച്ച് അതിനെ ഫുൾ ടൈറ്റ് ചെയ്യണം. അതാണ് നിങ്ങൾ കണ്ടത്. ഓക്കെ, ഇതുപോലെ സ്പീഡിൽ വർക്ക് ചെയ്യും വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ. ഓക്കെ, അടുത്ത് നമുക്ക് ലാസ്റ്റിലായിട്ട് പാക്കിങ്. അതിനു മുമ്പേ അവിടുത്തെ 2 ബുഷുണ്ട്, അത് ശ്രദ്ധിക്കണം. ഗ്രീസിട്ട് നമ്മൾ ആ പാക്കിങ് വച്ച് കഴിഞ്ഞു. എന്നിട്ട് ഇവിടെ ഒരു ലിവർ, ക്ലച്ച് ലിവർ, അതിൻ്റെ പ്ലഞ്ചറാണ് ഇടുന്നത്. ക്ലച്ച് ലിവറിൽ ഒരു സ്പ്രിങ്ങും ഒരു ഓറിങ്ങും വരുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം. അത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് മാറുന്നത് ഏറ്റവും നല്ലത്. ഇതിൽ ഞാൻ നേരത്തെ അത് മാറ്റി. ഓക്കെ, അത് ശ്രദ്ധിച്ച് ഈ പ്ലഞ്ചർ, ഈ ലിവർ നമ്മളിങ്ങോട്ട് മുകളിലോട്ട് പൊക്കി പിടിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ താഴ്ത്തി കഴിഞ്ഞാൽ ആ പ്ലഞ്ചർ ഇളവി പോകത്തില്ല. ഓക്കെ, ബാക്കിയുള്ള ബോൾട്ടുകളെല്ലാം നമ്മൾ സെറ്റ് ചെയ്യണം. ആ ഓറിങ്ങും സ്പ്രിങ്ങും ഇടാൻ വേറെ പാടില്ല, അത് നിങ്ങൾക്കറിയാമല്ലോ, ശ്രദ്ധിക്കണം. അതുപോലെ എൻജിൻ ബോൾട്ട് ടൈറ്റ് ചെയ്തതുപോലെ തന്നെ ക്ലച്ച് കവറിൻ്റെ ബോൾട്ടുകളെല്ലാം ടൈറ്റ് ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ ഓവർ ടൈറ്റ് ചെയ്യാതെ അതിൻ്റെ ഒരു കണക്കിന് എന്നും പറഞ്ഞ് ടൈറ്റ് ആവാതിരിക്കരുത്. കണ്ടോ, ഇതെല്ലാം മാറി ടൈറ്റ് ചെയ്തു. ടൈറ്റായെന്ന് നമ്മൾ ഉറപ്പ് വരുത്തി. അതിനുശേഷം ഓയിൽ സ്റ്റിക്ക് നമുക്ക് ഇടുന്നതാണ് കാണുന്നത് നമ്മൾ. ഓക്കെ, അത് അടച്ചു വെച്ചില്ല എങ്കിൽ അതിനകത്ത് എന്തെങ്കിലും സാധനങ്ങൾ പോകാൻ ചാൻസ് ഉണ്ട്. അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് സിലിണ്ടർ ബ്ലോക്ക് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഇതിപ്പം പുതിയ സിലിണ്ടർ ബ്ലോക്കാണ്, സിലിണ്ടർ കിറ്റാണ് ഈ വണ്ടിക്ക് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ കൂടെ വരുന്നത് കണ്ടില്ലേ, അതിൻ്റെ 2 പാക്കിങ്, സിലിണ്ടർ പാക്കിങ്, അതിൻ്റെ ഒരു പിന്ന്, അതുപോലെ തന്നെ അതിലൊരു പിസ്റ്റൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ പിസ്റ്റൺ റിങ്സ് വരുന്നുണ്ട്. ഈ ഒരു ഹോള് ഈ വണ്ടിയിൽ വരുന്നുണ്ട്. അവിടെ ഒരു സെൻസർ വരുന്നതാണ്. അതാണ് പഴയ വണ്ടിയിലും പുതിയ വണ്ടിയിലുള്ള വ്യത്യാസങ്ങൾ. ഈ പിസ്റ്റണിൽ വ്യത്യാസമുണ്ട്. AAF എന്നാണ് ഇതിൽ മുകളിൽ എഴുതിയിട്ടുള്ളത്. മറ്റതിലൊക്കെ KCC. പിസ്റ്റണിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇനി അടുത്ത് പിസ്റ്റൺ പിന്ന് നമ്മൾ ഇടുന്നതാണ് ഇതാ കാണുന്നത്. പിസ്റ്റൺ പിന്ന് വെച്ചിട്ട് ഒരു സൈഡിൽ നമ്മൾ ലോക്ക് ഇടും. ഏതെങ്കിലും ഒരു സൈഡിൽ ലോക്ക് ഇടണം. കണ്ടില്ലേ, ആ ലോക്ക് പിസ്റ്റൺ പിന്നിട്ട് കഴിഞ്ഞു. എന്നിട്ട് ആ പാക്കിങ്ങിൽ ഒരു ഹെഡ് പാക്കിംഗ്, ഒരു സിലിണ്ടർ പാക്കിംഗ്, ഒരു ഹെഡ് പാക്കിംഗ്, ഇത്രയാണ് അതിൽ വരുന്നത്. ആ ലോക്ക് ഇടുന്നതാണ് നിങ്ങൾ കാണുന്നത്. തെറിച്ച് പോകാതെ സൂക്ഷിച്ച് ചെറിയൊരു കണക്ടർ വെച്ച് ആ ഗ്രൂവിൽ ഒന്ന് തെന്നിച്ച് സൂക്ഷിച്ച് അകത്ത് പിന്ന് കിടക്കുകയാണ് എങ്കിൽ മാത്രമേ നമുക്ക് ആ ലോക്ക് കൃത്യമായിട്ട് ഇടാൻ പറ്റുള്ളൂ. കണ്ടോ, എന്നിട്ട് പിന്ന് ഒന്ന് തള്ളി നോക്കണം. ഓക്കെ, അടുത്ത് പിസ്റ്റൺ റിങ്സ് നമ്മൾ
പൊട്ടിച്ചു. അതിൽ എല്ലാ റിങ്സും ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് ഓയിൽ സ്ക്രാപ്പർ റിങ് നമ്മൾ എടുത്തിട്ട് ഇടേണ്ട രീതിയിൽ കണ്ടോ, MW എം പോലെ അതെ, ഓക്കെ. ഇപ്പോൾ എം പോലെ ഇതിങ്ങനെ പിടിക്കുമ്പോൾ എം ആയിട്ട് വരണം. അത് കറക്റ്റ് പൊസിഷനാണ്. അതിനെ സെൻട്രലിൽ അതിൻ്റെ ഗ്രൂവ് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഓയിൽ സപ്പോർട്ട് റിങ്സ് അതിൻ്റെ വശങ്ങളിൽ അത് ബാലൻസ് ചെയ്ത് സെൻറ്ററാക്കി നിർത്തിയിട്ട് അടുത്ത റിങ്സ് വന്ന് നമുക്ക് അതിൻ്റെ വശത്ത് ഇപ്പുറത്ത് പിന്നിൻ്റെ ഭാഗത്ത് വരരുത്, അതേ രീതിയിൽ തന്നെ നിൽക്കണം. അപ്പോൾ ഒരു സപ്പോർട്ട് റിങ് ഇട്ടു, അടുത്ത സപ്പോർട്ട് റിങ് നമ്മൾ ഇടുന്നു. രണ്ടാമത്തെ റിങ്സ്, അതായത് മൊത്തത്തിൽ മൂന്നാമത്തെ റിങ്സ് നമ്മൾ ഇട്ട് കഴിഞ്ഞു. അടുത്ത് ടോപ്പ് സെക്കൻഡ് റിങ് നമ്മൾ വെട്ട് കണ്ട 3 എണ്ണം 3 ഭാഗത്താക്കി വന്നു. അതേസമയം പിസ്റ്റൻ്റെ അടിഭാഗത്താണ് അത് വന്നത്. എക്സ്ഹോസ്റ്റ് ഇൻലെറ്റ് ഇന്നെന്ന് എഴുതിയിരിക്കുന്ന ഭാഗമാണ് ഇപ്പം കാണുന്നത്. ആ ഇന്നെന്നുള്ള ഭാഗത്താണ് ഈ 2 വലിയ റിങ്സും വരേണ്ടത്. ആദ്യം കറുപ്പും ഏറ്റവും ലാസ്റ്റിൽ വെള്ളയും. ആ എഴുത്ത് ഏറ്റവും മുകളിലായിട്ട് വരുന്നത് നല്ലതാണ്. കണ്ടല്ലേ, ഏറ്റവും മുകളിലായിട്ട് വെള്ള റിങ്സും നമ്മൾ സെറ്റ് ചെയ്തു. കണ്ടോ ആ വെട്ടുകൾ കണ്ടോ, അതിൻ്റെ ആ ഗ്രൂവുകൾ ഓക്കെ. അതായത് പിസ്റ്റൻ്റെ മേളിലായി, എഞ്ചിൻ്റെ മേളിലായിട്ട് വരും ഇന്നർ. അതിനുശേഷം ആ കണക്റ്റിംഗ് റോഡിൻ്റെ അവിടെ കുറച്ച് ഓയിലൊന്ന് ഇട്ടിട്ട് ആ ഇന്ന് കണ്ടോ, ഇന്നും താഴെ എക്സോസ്റ്റ് ഇന്ന് വരുന്ന ഭാഗം ഏറ്റവും മുകളിലായിട്ട് ഇതേ കണക്കിന് തന്നെ സെറ്റ് ചെയ്യണം. ആ പിന്ന് പിസ്റ്റണിൽ കയറ്റി ഇവിടെയാണ്. പിസ്റ്റനും ആ കണക്റ്റിംഗ് റോഡും കൂടെ ഒരുമിച്ച് അതിനെ ഹോൾഡ് ചെയ്ത് ആ പിന്ന് വന്നു. എന്നിട്ട് കുറച്ച് കോട്ടൺ വേസ്റ്റ് നമ്മൾ ആ എഞ്ചിൻ്റെ ആ ഭാഗം വയ്ക്കണം. അല്ലെങ്കിൽ നമ്മൾ ലോക്ക് ഇടുന്ന സമയത്ത് ലോക്ക് തെന്നി അകത്ത് പോകാനൊക്കെ ചാൻസ് ഉണ്ട്, പിന്നെ ജോലി കൂടുതലാണ്. അതുകൊണ്ട് അത് നോക്കി സൂക്ഷിച്ച് നേരത്തെ ലോക്ക് ഇട്ടതുപോലെ തന്നെ ആ ഗ്രൂവിൽ ചെറിയൊരു കണക്ടർ ഉപയോഗിച്ച് നന്നായിട്ട് വിഴുന്നോ എന്ന് സ്ഥിരപ്പെടുത്തണം. ഓക്കെ. എന്നിട്ട് ആ കോട്ടൺ വേസ്റ്റ് നമ്മൾ കയ്യിൽ എടുത്ത് മാറ്റിയിട്ട് ഒന്നും കൂടെ ആ ഗ്രൂവുകളെല്ലാം പിസ്റ്റൻ്റെ പൊസിഷൻസ്, പിസ്റ്റൺ റിങ്സിൻ്റെ പൊസിഷൻസ് എല്ലാം ഒന്നും കൂടെ കറക്റ്റാണോ എന്ന് നോക്കണം. ഓക്കെ. അതിനുശേഷം ഇവിടെ അടിയിലൊരു ഓറിങ് വരുന്നുണ്ട്. ആ ഓറിങ് അത് കുറച്ച് ഗ്രീസ് എന്തെങ്കിലും അതിൽ പുരട്ടി അതിനടിയിൽ ആ ഗ്രൂവ് കണ്ടോ, ചേസിൽ വരുന്ന ഗ്രൂവ് കണ്ടോ, അതിൽ നമ്മൾ വെച്ചിട്ട് അകത്ത് വരുന്ന ഗ്രീസ് പതുക്കെ കയ്യിലിഞ്ഞെടുത്ത് മാറ്റണം. അവിടെ 2 സ്റ്റഡി ബുഷ് വരുന്നുണ്ട്. ഇതിൽ ഒരു സ്റ്റഡി ബുഷ് അതിലുണ്ട്, അല്ല 2 ബുഷും ഉണ്ട്. അതിനുശേഷം പാക്കിങ് ഗ്രീസ് പുരട്ടി അതുപോലെ തന്നെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം. ആ പിസ്റ്റൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ നമ്മൾ ഇടണം. അതിനുശേഷം സിലിണ്ടർ കിറ്റ് എടുത്ത് അതിൻ്റെ അകത്തും കുറച്ച് ഓയിലൊന്നും ഇടുന്നത് ഏറ്റവും നല്ലതാണ്. കണ്ടോ, ഒന്നും കൂടെ സൂക്ഷ്മമായിട്ട് ആ റിങ്സിൻ്റെ പൊസിഷൻസൊക്കെ ഒന്ന് നോക്കിയിട്ട് സിലിണ്ടർ കിറ്റ് നമുക്ക് ആ സ്റ്റഡ് വഴിക്ക് പതുക്കെ വെപ്രാളം കാണിക്കാതെ പതുക്കെ കയ്യിൽ നിന്ന് വിട്ടുപോരുന്നെങ്കിൽ പിസ്റ്റണിൽ വന്ന് ഇടിച്ച് പിസ്റ്റൺ കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. പതുക്കെ ഇങ്ങനെ കൊണ്ട് നിർത്തിയതിന് ശേഷം ചെറിയ കണക്ടർ വെച്ച്, ചെറിയ സ്ക്രൂ ഡ്രൈവർ വെച്ച് ആ പിസ്റ്റൺ റിങ്സ് കണ്ടോ ഒന്ന് തള്ളി അകത്തോട്ട് വിടണം. കണ്ടോ, ആദ്യത്തെ റിങ്സ് കയറി, രണ്ടാമത്തെ റിങ്സ് കയറി, അടുത്ത ഓയിൽ റിങ്സ് പതുക്കെ അനക്കി ഇടിച്ചിറക്കി കളയരുത്. പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്ക് ചെയ്ത്
ഇറക്കി പാക്കിംഗ് കട്ടാവാതെ ചേർത്ത് വെച്ചു. അടുത്ത് അലങ്കി ബോൾട്ടാണ് ഇതിൽ സ്റ്റേ ബോൾട്ടായിട്ട് വരുന്നത്. നമ്മൾ കിറ്റ് ഇറക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം, പാക്കിങ് ഡാമേജ് വരാൻ പാടില്ല, എങ്കിൽ ഓയിൽ ലീക്ക് വരും. അടുത്ത് നമുക്കതൊന്ന് കറക്കി നോക്കണം. ക്രാങ്ക് ഷാഫ്റ്റിൽ മാഗ്നറ്റ് പതുക്കെ വെച്ച് ഇതേപോലെ ഒന്ന് കറക്കി ഓയിൽ തുടച്ചെടുക്കണം. എന്നിട്ട് കറക്കി കണ്ടോ അവിടെ ഫ്രീ ആയിട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കണം. ഓയിൽ റിങ് ടൈറ്റ് ആണെങ്കിൽ യാതൊരു കാരണവശാലും ഫ്രീ മൂവ്മെൻറ്റ് വരത്തില്ല. ഓക്കെ, അപ്പോൾ അടുത്ത് ഇനി നമുക്ക് ടൈമിംഗ് ചെയിൻ ഇടുന്നതാണ് ഈ കാണുന്നത്. ടൈമിംഗ് ചെയിൻ അകത്തൂടെ സിലിണ്ടർ കിറ്റിൻ്റെ അകത്തൂടെ വലിച്ച് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ അകത്തൂടെ ഹോൾഡ് ചെയ്യാനാണ് പോകുന്നത്. ആ വീൽസിൻ്റെ പൊസിഷൻസ് നോക്കിക്കോണം. കണ്ടോ ടൈമിംഗ് ചെയിന് ആ ക്രാങ്കിൽ കണക്ട് ചെയ്തു. അതിനിടയ്ക്ക് വരുന്ന റോള് നമ്മൾ സെറ്റ് ചെയ്യുന്നു. സിലിണ്ടർ കിറ്റിൻ്റെ അകത്ത് വരുന്ന റോള് 10ൻ്റെ ബോൾട്ടും ആ വാഷർ നമ്മൾ ശ്രദ്ധിക്കണം. അലുമിനിയം വാഷർ ശ്രദ്ധിക്കണം. അത് ബാലൻസ് ചെയ്ത് ആ വീല് പിടിച്ചുകൊണ്ട് ഫുൾ ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. സാധാരണ മറക്കുന്നത് പതിവാണ് ഈ ബോൾട്ടുകൾ. അടുത്ത ഹെഡ് നമ്മൾ സെറ്റ് ചെയ്യണം. അതിൻ്റെ ക്യാമിൽ ആ ബെയറിങ്ങുകളെല്ലാം ബെയറിങ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ മാറ്റണം. അതിൽ ഓയിൽ കുറച്ചിട്ടു. അതിനുശേഷം ക്യാം സെറ്റ് ചെയ്തു. ഇതിൽ വരുന്നൊരു വ്യത്യാസം, ഈ ടൈറ്റ് ചെയ്യുന്ന ബോൾട്ട് വേറെ വണ്ടിക്ക് വരത്തില്ല. BS4 BS6 വണ്ടിക്ക് വരുന്നതാണ് വ്യത്യാസം. കണ്ടില്ലേ, ഇതിൻ്റെ ഹെഡിലൊരു സെൻസറും വരുന്നുണ്ട്. കണ്ടോ, ക്യാം ലോക്കായി കഴിഞ്ഞു. വേറെ പഴയ മോഡൽ വണ്ടിക്ക് അതില്ല. അടുത്ത് റോക്ക് റാം സെറ്റ് ചെയ്യാണ്. റോക്ക് റാം ഏത് ഭാഗത്ത് വന്നാലും പ്രശ്നമില്ല. ആക്റ്റീവയിലൊക്കെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതിന് വ്യത്യാസമുണ്ട്. അതിൽ ഈ പിന്നിന് പിരിയുള്ള ഭാഗം പുറത്തുണ്ട്. എങ്കിലേ നമുക്കിനി ഇളക്കുന്ന സമയത്ത് അതിലൊരു ബോൾട്ടിട്ട് നമുക്ക് വലിച്ചൂരി എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് പാടാം. ഓക്കെ, നമ്മൾ റോക്ക് റാമും ക്യാമും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. കണ്ടോ, ഇനി ആ സൈഡിലെ ഫ്ലാഞ്ച് ഇടണം. അതിൽ പാക്കിങ്ങും ഗ്രീസ് പുരട്ടി നമ്മൾ ഇടണം. ഇങ്ങനെ ഇടുന്ന സമയം ക്യാം ഷാഫ്റ്റ് ഊരിപ്പോകാൻ ചാൻസ് ഉണ്ട്, അത് ശ്രദ്ധിച്ചു വേണം. എന്നിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് 2 ബോൾട്ട് അതിൽ വരുന്നുണ്ട്. അത് ഫുൾ ടൈറ്റ് ചെയ്യണം. അപ്പോൾ ഹെഡിൻ്റെ സെറ്റിങ് കഴിഞ്ഞു. കണ്ടോ, 2 ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യണം. ഓക്കെ, വാൽവ് സീറ്റിംഗ് ഒക്കെ ചെയ്തോളണം. ലെയ്ത്തിൽ ചെയ്യേണ്ട പണികളാണ് അതൊക്കെ. ഓക്കെ, അതെല്ലാം കഴിഞ്ഞു. ലാസ്റ്റിലായിട്ട് ടൈമിംഗ് സ്പ്രോക്കറ്റാണ് നമ്മളിതാ ഏറ്റവും മേളിൽ വരുന്ന ഭാഗം, ഹെഡിനകത്ത് വരുന്നത്. ഇനി 2 സ്റ്റഡ്, ഇതിനെ സ്റ്റഡി ബുഷ് എന്ന് പറയും, ഡൗൾ ബുഷ് എന്ന് പറയും, എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പോൾ 2 ബുഷ് നമ്മൾ ക്രോസ് ആയിട്ട് ഇട്ടു. പഴയ മോഡൽ വണ്ടിയിൽ 3 ബുഷ് വരും. ഒരു റിങ്ങും കൂടെ ഒരു ബുഷിൽ ചേർന്ന് വരും. ഇതിലതില്ല. ഇത് പാഷൻ പ്രോ പോലത്തെ ഹെഡുകളാണ്. അപ്പോൾ ഇതിൽ നടുക്ക് വരുന്ന ഒരു ഓറിങ്ങും ഇല്ല. അപ്പോൾ പാക്കിങ് നമ്മൾ വെച്ചു. ഇപ്പോൾ കിറ്റൊക്കെ പുതിയതായതുകൊണ്ടാണ് പാക്കിങ്ങിൽ നമ്മൾ ഗ്ലൂ വയ്ക്കാത്തത്. ഗ്ലൂ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കണം. ഓക്കെ, ആ സ്റ്റഡിൽ ഹെഡ് കറക്റ്റായിട്ട് നോക്കി നമ്മൾ ആ ബാലൻസ് ചെയ്ത് ടൈമിംഗ് ചെയിൻ പിടിച്ചുകൊണ്ട് തന്നെ കയറുവാതെ. ഓക്കെ, കണ്ടോ, ഹെഡ് കയറിയത് കണ്ടോ, ഹെഡ് കയറി കഴിഞ്ഞു. ഇനി സ്റ്റേ ബോൾട്ട് ഒന്ന് പിടിപ്പിച്ചുകൊണ്ട് ഹെഡിലെ പാക്കിങ് നമ്മൾ കുറച്ച് ഗ്രീസ് പുരട്ടി ആ ഹെഡിലെ ടോപ്പ് കവറ് ഇട്ട് ടൈറ്റ് ചെയ്യണം.
അപ്പോൾ സിലിണ്ടറും ഹെഡും സെറ്റായി കഴിയും. അപ്പോൾ 4 ബോൾട്ടിൽ 4 വാഷറിൽ ഒരു വാഷർ പിത്തള വാഷറാണ്. അത് താഴത്തെ സ്റ്റഡിൻ്റെ വലത് ഭാഗത്ത് അതിൽ കൂടെയാണ് ഓയിൽ പമ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ അവിടെ ഹീറ്റിംഗ് വേരിയേഷൻസ് കൂടുതലാണ്. അവിടെ കണ്ടോ ഈ അടപ്പിൽ എഴുത്ത് താഴോട്ട് ആരോ മാർക്ക് താഴോട്ട് കൊടുത്തിരിക്കും, അത് താഴോട്ട് തന്നെ വരണം, അത് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ടോപ്പ് അടയാനും പാടായിരിക്കും, പിന്നെ ലീക്ക് വരാനും ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ 4 വാഷറിൽ ഒരു വാഷർ കണ്ടോ പിത്തള വാഷർ, അത് താഴെ തന്നെ നോക്കി ഇട്ട് 4 നട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. 10ൻ്റെ ടോപ്പാണത്. 4 ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്ത് മെഷീൻ വെച്ച് ടൈറ്റ് ചെയ്യാതിരിക്കാൻ നോക്കണം. പിന്നെ മറ്റേ നമുക്ക് പൗണ്ട് സെറ്റ് ചെയ്ത് അതിൻ്റെ ലിവറേജ് സെറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്യുന്ന മെഷീൻസ് ഉണ്ട്. അതാണ് ലിവറുകൾ, ബോക്സ് ലിവറുകളൊക്കെ ഉണ്ട്. അതൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇതാണെങ്കിൽ നമ്മൾ മെഷീൻ വെച്ച് യാതൊരു കാരണവശാലും ഡയറക്റ്റ് അപ്ലൈ ചെയ്യരുത്, പിരി പോകാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ലിവറോ ബോക്സോ വെച്ച് ഇതേപോലെ കണ്ടോ, നമുക്ക് ലിവറേജ് നമ്മളെ കയ്യിൽ മനസ്സിലാവണം ടൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, വലിയ പിടിയും പിടിക്കാൻ പാടില്ല, പിടിച്ചു കഴിഞ്ഞാൽ പിരി പോകാൻ ചാൻസ് ഉണ്ട്. കണ്ടോ 4 സ്റ്റഡിൻ്റെ നട്ടും ടൈറ്റ് ചെയ്തു. അതിന് ശേഷം സിലിണ്ടറിൻ്റെ സ്റ്റേ ബോൾട്ട് ഫുൾ ടൈറ്റ് ചെയ്യണം. അതുപോലെ ഹെഡിൻ്റെ സ്റ്റേ ബോൾട്ട് ഫുൾ ടൈറ്റ് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി മേളിൽ കണ്ടില്ലേ ആ കാർബറേറ്റർ വരുന്ന ഭാഗത്ത് എന്തെങ്കിലും അടച്ചു വയ്ക്കണം. ടൈമിങ് ശ്രദ്ധിക്കണേ. കണ്ടോ ആ സ്പ്രോക്കറ്റിൻ്റെ ആ ഡോട്ട് മുകളിൽ പിസ്റ്റൺ ടോപ്പ് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ആ ലോക്ക് ഇനി മേളിലായിട്ട് വരും. ഇനി മേളിൽ ആ 2 ബോൾട്ട് ഇട്ട് ക്യാമിൽ നമ്മൾ ടൈമിങ് ചെയിന് സെറ്റ് ചെയ്യണം. ഇതിപ്പം കറക്റ്റ് ടൈമിംഗ് ആണ്, ശ്രദ്ധിക്കണേ. ഓക്കെ, പിന്നെ അത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് മാഗ്നറ്റ് എടുത്ത് ഇപ്പം വെച്ചത്. കണ്ടോ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ടൈമിങ് ചെയിന് ടൈറ്റായി. പിന്നെ അവിടെ നമുക്ക് പുഷ് റോഡ് റബ്ബറാണ് ഇപ്പോൾ ഇടുന്നത്. ഈ റബ്ബറൊക്കെ മസ്റ്റായിട്ട് നമ്മൾ മാറണം. അതിൽ കുറച്ച് ഓയിൽ പുഷ് റോഡ്, അതിൽ കുറച്ച് ഓയിലും അതിൻ്റെ റബ്ബറും മാറ്റി തള്ളിക്കയറ്റി ചെക്ക് ചെയ്യാണ്. പിന്നെ അതിൻ്റെ സ്പ്രിങ്ങിൻ്റെ വ്യത്യാസം കണ്ടോ, B6-ൽ സ്പ്രിങ് വ്യത്യാസമുണ്ട്. അതിലല്പം ഗ്ലൂ വേണമെങ്കിൽ വെച്ചിട്ട്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അതിൽ വാഷ് അത്ര കണ്ടീഷൻ അല്ല, അതുകൊണ്ടാണ് ഞാൻ ഗ്ലൂ അല്പം വെച്ചത്. എന്നിട്ട് 14 റിങ്സ് വെച്ച് ടൈറ്റ് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്യണം. അത്രേ ഉള്ളൂ. അടുത്ത് കണ്ടോ 1 വേ ക്ലച്ച് വരുന്നത് ഇതിലാണ്. ഇതിലാണ് സെൽഫ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ചെയിനിലാണ് സെൽഫ് ഈ വണ്ടിയിലൊക്കെ വർക്ക് ചെയ്യുന്നത്. സെൽഫ് മോട്ടറാണ് ഇതായി വയ്ക്കുന്നത്. അതിൻ്റെ സ്പ്രോക്കറ്റിൽ നമ്മളിതാ ഇങ്ങനെ കണക്ട് ചെയ്ത് അതിൽ 8ൻ്റെ ബോൾട്ട് 3 8ൻ്റെ ബോൾട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ സെൽഫ് മോട്ടർ സെറ്റായി 1 വേ ക്ലച്ചിൻ്റെ വീലും നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു, അതിൻ്റെ ചെയിനും. അപ്പോൾ 3 ബോൾട്ടും നമ്മൾ സെറ്റ് ചെയ്തു. കണ്ടോ? ഓക്കെ. ഇനി അടുത്ത് ഇതിനകത്ത് ആ ചെയിനിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി 2 പേഡുകളുണ്ട്. കണ്ടോ? ആ ചേസിൽ ഉരയാതിരിക്കാനും ടൈറ്റായിട്ട് നിൽക്കാനും 2 സൈഡിൽ ആ പേഡുകളും നോക്കി കൃത്യമായിട്ട് വച്ചതിന് ശേഷം അടുത്ത് ആ വീല് ഇളകി വരാതിരിക്കാൻ വേണ്ടി ഒരു സ്റ്റോപ്പർ
അത് കണ്ടില്ലേ, ഒരു ഗ്രൂവിൽ കയറി അങ്ങനെ ഇരിക്കും. എന്നിട്ട് അതിൽ ചെറിയ നീളം കുറഞ്ഞ എട്ടിൻ്റെ ഒരു ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യണം. ഓക്കെ, കറക്റ്റ് സീറ്റിംഗ് ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് മാഗ്നറ്റ്, അതിൻ്റെ വൺ വേ ക്ലച്ച്, അതിലെ റോൾസ് എല്ലാം കറക്റ്റ്, റോളും സ്പ്രിങ്ങും എല്ലാം കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് അനക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കി അങ്ങ് ഇറക്കിയ. ഓക്കെ, കണ്ടോ, ഇറങ്ങിയത് കണ്ടോ, ലോക്കായി. ഒരു ഭാഗത്തോട്ട് മാത്രമേ മാഗ്നറ്റ് കറങ്ങാവൂ. അതാണ് അതിൻ്റെ സിസ്റ്റം. അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിക്കഴിഞ്ഞാൽ സെൽഫ് എടുക്കത്തില്ല. അപ്പോൾ മാഗ്നറ്റ് സെറ്റായി കഴിഞ്ഞു. അടുത്ത് കോർ സെറ്റ് ചെയ്യണം. അതിൽ 2 പിന്നുണ്ട്. ഒരു പിന്ന് സ്റ്റഡി പിന്ന് കവറിലുണ്ടെന്ന് തോന്നുന്നു, ഒരെണ്ണം എൻജിൻ കവറിലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് വളരെ സൂക്ഷിച്ച്, അത് ഇളക്കി കഴിഞ്ഞാൽ കംപ്ലൈൻ്റ് ആകും. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ വെച്ചു. അത് കണ്ടില്ലേ, ഒരു പിന്ന് താഴെയില്ല, പക്ഷേ അത് കവറിലുണ്ട്. നമ്മൾ വയ്ക്കുമ്പോൾ സൂക്ഷിച്ചില്ല എങ്കിൽ കവർ ക്ലച്ച് പാക്കിങ്, മാഗ്നറ്റ് കവർ പാക്കിങ് കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ശ്രദ്ധിച്ച് നമ്മൾ അതിനെ ഇതുപോലെ ചേർത്ത് വയ്ക്കണം. ഒരിക്കലും ചുറ്റിലൊന്നും വെച്ച് ഹാമറൊന്നും വെച്ച് നമ്മൾ കൂടുതൽ അടിക്കാൻ പാടില്ല. എൻജിൻ കവറിൽ വലിയ ക്ഷതം കൊടുക്കാൻ പാടില്ല. കവറ് പൊട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ മാഗ്നറ്റ് കവർ വെച്ച് കോർ വെച്ചിട്ട് അതിന് ചുറ്റിലെ ബോൾട്ടുകൾ നീളം നോക്കി കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യണം. ഓക്കെ, അതെല്ലാം ഹെഡിൻ്റെ ഒരു T സ്പാൻഡർ വെച്ച് സെറ്റ് ചെയ്തു. കണ്ടോ? അപ്പോൾ ഇത് ഹീറോ സ്പ്ലെൻഡർ പ്ലസ് i3s BS6 വണ്ടിയുടെ എൻജിനാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മാഗ്നറ്റ് സൈഡാണ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇടുന്നത് ഒരു സീലാണ്, അത് ഗിയർ ഷാഫ്റ്റ് സീലാണ്. ഇപ്പോൾ അത് ഇടുമ്പോൾ വളരെ സൂക്ഷിക്കണം. മില്ലിങ് വരുന്ന ഭാഗത്ത് സീല് കൊണ്ട് കീറാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് അനക്കി ഒന്നുകിൽ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു നൈസ് കവർ വെച്ചിട്ട് ആ തുമ്പിൽ വെച്ചിട്ട് ഷാഫ്റ്റിൻ്റെ എഡ്ജിൽ വെച്ചിട്ട് പതുക്കെ ഇറക്കണം, അല്ലെങ്കിൽ അനക്കി ഇറക്കണം, സൂക്ഷിക്കണം. ഓക്കെ, മെയിൻ ഷാഫ്റ്റ് ഓയിൽ സീൽ നമ്മളെടുത്ത് മാറ്റുകയാണ്. അതിൻ്റെ സ്പ്രിങ് ഇളവാതെ വളരെ സൂക്ഷിച്ച് ഇതേപോലെ ചരിച്ച്, അവിടെ ഒരു വെട്ടുണ്ടല്ലോ, സ്പ്രോക്കറ്റ് സ്റ്റോപ്പർ പ്ലേറ്റ് വരുന്ന ആ വെട്ടിൽ തട്ടി സ്പ്രിങ് ഇളവാൻ ചാൻസ് ഉണ്ട്. അത് വളരെ സൂക്ഷിച്ച് വച്ചില്ല എങ്കിൽ കൃത്യമായിട്ട് ഓയിൽ അതിലേ വരും. കണ്ടോ, അതിൻ്റെ മട്ടത്തിൽ സമാന്തരമായിട്ട് വെച്ചാൽ മതി. ഇനി നമുക്ക് ആ ഡ്രമ്മിൻ്റെ അവിടെ ഒരു ക്യാപ്പ് വരും. ആ ക്യാപ്പിൽ ലേശം ഗ്ലൂ വെച്ചാലും കുഴപ്പമില്ല, ഇല്ലെങ്കിൽ പ്രശ്നമില്ല. പിന്നെ അടുത്തൊരു സെൻസറാണ് നമ്മൾ വയ്ക്കുന്നത്. അത് സിലിണ്ടറിലാണ് വരുന്നത്. അതിലൊരു വാഷറുണ്ട്. വാഷർ നമ്മൾ ശ്രദ്ധിക്കണം. എന്നിട്ട് 17ൻ്റെ സ്പാനർ വെച്ച് നമുക്കതിനെ ഒന്ന് ടൈറ്റ് ചെയ്യണം. ഓക്കെ, ഫുൾ ടൈറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് മേളിൽ ടൈമിങ് സ്പ്രോക്കറ്റ് കവർ പാക്കിങ്ങും കവർ ഇടുകയാണ്. അതിൻ്റെ ബോൾട്ട്, അതിലെ വാഷർ കൃത്യമാണോ എന്ന് നോക്കണം. വാഷർ കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അല്പം ഗ്ലൂ ഇട്ടാലും കൊള്ളാം. ഓക്കെ, 2 സൈഡിൽ നമ്മളിട്ട് ബോൾട്ട് അതിലിട്ടു, ഇപ്പുറത്ത് കവർ ഇട്ടു. 10ൻ്റെ T വെച്ച് നമ്മൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ പിടിക്കാൻ, ഞാൻ ഒരു സൈഡ് വെച്ച് പിടിക്കാൻ പറഞ്ഞിട്ട് ടൈറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് സ്പ്ലെൻഡർ പ്ലസ് അല്ലെങ്കിൽ പാഷൻ പോലെയുള്ള എൻജിനാണ്. അപ്പോൾ ഇതിൽ 2-3 സെൻസേഴ്സ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ സിലിണ്ടറിൻ്റെ ഒരു വ്യത്യാസം, അതുപോലെ ആ ക്യാം ഷാഫ്റ്റ് മൗണ്ട് ചെയ്യാൻ വേണ്ടി ഒരു അലങ്കി ബോൾട്ട് വരുന്നുണ്ട്. 3 സെൻസേഴ്സ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ കാർബറേറ്ററിൽ വേറെ സെൻസറുണ്ട്. അല്ലാതെ എൻജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ ടൈമിംഗ് ചെയിൻ പോർഷൻ വന്നിട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ എൻജിന് സെറ്റ് ചെയ്ത് നിങ്ങളെ കാണിച്ചത്. ഓക്കെ, അപ്പോൾ എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് വേറൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.